നമസ്കാരം. KS ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മൗണ്ടെയ്ൻസ്, പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, ഡെസേർട്ട്, കോസ്റ്റൽ റീജിയൻ, ഐലൻഡ്സ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മൗണ്ടെയ്ൻസ് ആണ്. മൗണ്ടെയ്ൻസിൽ തന്നെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഹിമാലയാസ് എന്നും പെനിൻസുലർ മൗണ്ടെയ്ൻസും. അപ്പം നമ്മൾ ആദ്യം ഹിമാലയാസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഹിമാലയാസ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് 3 തിയറികൾ അറിഞ്ഞിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ 3 തിയറികൾ, അതായത് കോണ്ടിനെൻ്റൽ ഫോർമേഷൻ്റെ 3 തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് പ്ലേറ്റ് ടെക്ടോണിക് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു, സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 തിയറികൾ നമ്മൾ ഫിനിഷ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയ മൗണ്ടെയ്ൻസ് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹിമാലയയുടെ ഫോർമേഷനാണ്. അപ്പോൾ ആ ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ 3 തിയറികളെ പറ്റിയിട്ട് കുറച്ചൊരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ ഈ ഫോർമേഷൻ ഓഫ് ഹിമാലയ നോക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്, ആദ്യമേ ഈ 3 കോണ്ടിനെൻ്റൽ ഫോർമേഷൻ്റെ 3 തിയറികൾ നമ്മൾ കവർ ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം തെത്തിസി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഫോർമേഷനിൽ. കാരണം ഹിമാലയ ഫോം ചെയ്യുമ്പോൾ നടുക്ക് പെട്ടുപോയിട്ടൊരു സീയാണ് എന്ത് തെത്തിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് നമുക്ക് ബാക്കോട്ട് പോകാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പോർഷൻസ് നോക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി ഒക്കെ പഠിച്ചപ്പോൾ, അതായത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഭൂമിയിൽ പാന്തലാസ അതുപോലെ തന്നെ പാൻജിയ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പാന്തലാസ എന്ന് പറയുന്നത് സൂപ്പർ ഓഷ്യൻ, അതുപോലെ തന്നെ പാൻജിയ എന്ന് പറയുന്നത് സൂപ്പർ കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പാന്തലാസിയും പാൻജിയും മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പാൻജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൂപ്പർ കോണ്ടിനെൻ്റ്, ഇതാണ് ഉള്ളിലത്തെ ചെറിയ പോർഷൻ. കാരണം ഓഷൻ വലുതാണല്ലോ, അതാണ് പാന്തലാസ വലുത്. അതിനുശേഷം അതിനുള്ളിലുള്ള ഈ പാൻജിയ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ കോണ്ടിനെൻ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ലോറേഷ്യ, ഗോണ്ട്വാന ലാൻഡ്, ലോറേഷ്യ അല്ലെങ്കിൽ അങ്കാര ലാൻഡ് എന്ന് പറയും. പിന്നെ മറ്റേ പോർഷൻ എന്ന് പറയുന്നത് ഗോണ്ട്വാന ലാൻഡ്. ഇത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പോർഷൻസ്, ബാക്കിയുള്ള കോണ്ടിനെൻസുകളൊക്കെ ഉണ്ടായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ആദ്യം ഉണ്ടായിരുന്നത് പാന്തലാസി, പിന്നെ അതിൻ്റെ ഉള്ളൊരു പാൻജിയ, സൂപ്പർ ഓഷ്യൻ, സൂപ്പർ കോണ്ടിനെൻ്റ്. ഓക്കെ, അപ്പോൾ ഈ പാൻജിയ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്, ലോറേഷ്യ അല്ലെങ്കിൽ അങ്കാര ലാൻഡ് മുകളിലത്തെ പോർഷൻ, താഴത്തെ പോർഷൻ ഗോണ്ട്വാന ലാൻഡ്. ഓക്കെ, അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയിട്ടുള്ളൊരു സീ, ആ സീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെത്തിസി. ഓക്കെ, അതായത് ലോറേഷ്യ ഇവിടെ ഉണ്ട്, ഗോണ്ട്വാന ലാൻഡ് ഇവിടെ ഉണ്ട്. അതിങ്ങനെ സ്പ്ലിറ്റ് ആയ സമയത്ത് തന്നെ നടുക്ക് പെട്ടിട്ടുള്ള സീയുടെ പേരായിരുന്നു തെത്തിസി എന്ന്. ഓക്കെ, അപ്പോൾ തെത്തിസി എന്താണെന്ന് ഏകദേശം ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് പ്ലേറ്റുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പ്ലേറ്റുകൾ ഓരോന്നായിട്ട് ഏതൊക്കെയാണ് സ്ഥലത്തുള്ളതെന്നൊക്കെ നോക്കിയിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്ലേറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പസഫിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, യൂറേഷ്യൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, പിന്നെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഇതിൽ നമുക്കത് ഹിമാലയൻ ഫോർമേഷൻ പഠിക്കാനായിട്ട് നമുക്ക് 2 പ്ലേറ്റുകൾ മതി. അതായത് യൂറേഷ്യൻ പ്ലേറ്റും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും. കാരണം ഇതിൻ്റെ ബേസിസിലാണ് ഈ ഹിമാലയൻ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ ഇടയ്ക്കേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഒത്തിരി നാളെടുത്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അതായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഇയേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പിക്ചറിൽ, ഇവിടെ 55 മില്യൺ ഇയേഴ്സ് ഉണ്ട്, 35 മില്യൺ ഇയേഴ്സ് ഉണ്ട്, 10 മില്യൺ ഇയേഴ്സ് ഉണ്ട്. അതായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അതായത് ഇവിടെ കിടന്നിരുന്ന ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മൂവ് ചെയ്ത് അവസാനം യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി നാളുകൾ എടുത്തൊരു പ്രോസസ്സാണിത്. ഇതിൽ യൂറേഷ്യൻ പ്ലേറ്റ് സ്റ്റാറ്റിക് ആണ്. ഈ കാണുന്ന യൂറേഷ്യൻ പ്ലേറ്റ് സ്റ്റാറ്റിക് ആണ്. ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണെങ്കിൽ ഈ യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു പ്ലേറ്റാണ്. ഓക്കെ, ഇനി ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും ഈ യൂറേഷ്യൻ പ്ലേറ്റും കൂടെ തമ്മിൽ ഇടിക്കുന്ന സമയത്ത് ഈ മൂവ്മെൻറ്റ് പ്രോസസ്സുകൾ, അതായത് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് 3 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൺവേർജിങ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ഡൈവേർജിങ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, പിന്നെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ. അത് 3 തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് 3 തരത്തിലാണ്: കൺവേർജിങ് മൂവ്മെൻറ്റ്, ഡൈവേർജിങ് മൂവ്മെൻറ്റ്, പിന്നെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള. അതായത് കൺവേർജിങ് എന്ന് പറയുമ്പോൾ 2 പ്ലേറ്റുകൾ അടുത്തേക്ക് വരുന്നതിനാണ് നമ്മൾ കൺവേർജിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡൈവേർജിങ് മൂവ്മെൻറ്റ് ആണെങ്കിൽ 2 പ്ലേറ്റുകൾ അകലേക്ക് പോകും അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച. ഇനി അതേ സ്ഥാനത്ത്
ട്രാൻസ്ഫോർമേറ്റീവ് ആണെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ സ്ലൈഡ് ചെയ്തിട്ട് പോവും, അതായത് സൈഡ് വൈസ് സ്ലൈഡ് ചെയ്തിട്ട് പോവും. ഇങ്ങനെയായിരുന്നു നമ്മൾ മൂവ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഹിമാലയൻ ഫോർമേഷനിൽ നടന്ന മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർജിങ് മൂവ്മെൻ്റ് ആണ്. അതായത് രണ്ട് പ്ലേറ്റുകൾ അടുത്തേക്ക് വരുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഈ ഹിമാലയൻ ഫോർമേഷനിൽ നടന്നിട്ടുള്ളത്. അതായത് ഇതൊരു പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, ഇത് പ്ലേറ്റ് ടെക്ടോണിക്കിൻ്റെ യൂറേഷ്യൻ പ്ലേറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അടുത്തേക്ക് ഇടിക്കുന്നൊരു പ്രോസസ്സാണ് എന്തിൽ നടന്നിട്ടുള്ളത്, നമ്മുടെ ഹിമാലയൻ ഫോർമേഷനിൽ. അപ്പം ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മൂവ് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഇടിച്ചു. ഇനി അടുത്ത പോയിന്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ചതിന് ശേഷം സംഭവിക്കുന്നതാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജനറലായിട്ട് അതായത് രണ്ട് പ്ലേറ്റുകൾ വന്ന് ഇടിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ്, രണ്ടാമത്തെ പ്ലേറ്റ്. ഓക്കെ, ഇതിപ്പം ഓഷ്യാനിക് പ്ലേറ്റ് ആയതിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, ഇത് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണെങ്കിൽ ഓഷ്യാനിക് പ്ലേറ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഡെൻസർ. അതേ സ്ഥാനത്ത് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് അത്ര ഡെൻസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഈ ഓഷ്യാനിക് പ്ലേറ്റും കോണ്ടിനെൻ്റൽ പ്ലേറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റ് സബ്മേർജ് ചെയ്തിട്ട് താഴോട്ട് പോവും, അല്ലെങ്കിൽ സബ്ഡക്റ്റ് ചെയ്തിട്ട് താഴോട്ട് പോവും. അത് കോണ്ടിനെൻ്റൽ പ്ലേറ്റിൻ്റെ ഏത് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണോ ഇടിക്കുന്നത് അതിൻ്റെ അടിയിലേക്കാണ് സബ്ഡക്റ്റ് ചെയ്ത് പോകുന്നത്. എങ്ങനെയാണ് സാധാരണ പ്രോസസ്സിൽ നടക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ്, ഇതൊരു കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റും കൂടി ഇടിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റാണ് സബ്ഡക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, സബ്ഡക്ഷൻ സോൺ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് പ്ലേറ്റുകൾ ഇടിക്കുന്ന സമയത്ത് ആ ഇടിച്ചിട്ട് ഡെൻസറായിട്ടുള്ള പ്ലേറ്റ് ലെസ് ഡെൻസറായിട്ടുള്ള പ്ലേറ്റിൻ്റെ അടിയിൽ സബ്ഡക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു സോണിനെയാണ് നമ്മൾ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഇവിടെ എർത്ത് ക്യൂക്സ് അല്ലെങ്കിൽ വോൾക്കാനോ അതൊക്കെ വളരെ കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പസഫിക് റിംഗ് ഓഫ് ഫയറൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനൊരു കേസ് നമ്മുടെ ഹിമാലയൻ ഫോർമേഷനിൽ എടുക്കുകയാണെങ്കിൽ ഇതാണ്, അതായത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണ് ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റ് കമ്പാരിറ്റീവ്ലി യൂറേഷ്യൻ പ്ലേറ്റ്. അപ്പോൾ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇവിടെ വന്ന് ഇടിക്കുന്ന സമയത്ത് ഈ യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് സബ്ഡക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, ഇത് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ്, ഇത് യൂറേഷ്യൻ പ്ലേറ്റ്, ഇതും കോണ്ടിനെൻ്റൽ ആണ്. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണ് എന്ത്, കമ്പാരിറ്റീവ്ലി ലെസ് ഡെൻസർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലേക്ക് സബ്ഡക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ സബ്ഡക്റ്റ് ചെയ്യുന്നപ്പോൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഇവിടെ എർത്ത് ക്യൂക്കിനൊക്കെ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ എർത്ത് ക്യൂക്കിനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. ഇവിടെ വോൾക്കാനോസിന് ചാൻസ് കുറവാണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടിച്ചു, ഇത് സബ്ഡക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ പ്ലേറ്റ് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ്, അതായത് മൗണ്ടെയ്ൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാലായിട്ട് പറയും. ട്രാൻസ്, ഗ്രേറ്റർ ഹിമാലയ, മിഡിൽ ഹിമാലയ, ശിവാലിക് ഹിമാലയ, ഇങ്ങനെ നാലായിട്ട് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കൂടാതെ സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും അവസാനം ഉണ്ടായത് ശിവാലിക് ഹിമാലയ അല്ലേ, ട്രാൻസ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, മിഡിൽ ഹിമാലയ, ശിവാലിക് ഹിമാലയ അല്ലേ, ഏറ്റവും അവസാനം ഉണ്ടായത് ശിവാലിക് ഹിമാലയ. അപ്പോൾ ഇനി ഇങ്ങനെ പ്ലേറ്റുകൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശിവാലിക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഹിമാലയം കൂടി ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടെന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഓൾറെഡി ഉള്ള ഈ ട്രാൻസിനും ഗ്രേറ്ററിനും മിഡിൽ ഹിമാലയ്ക്കും ശിവാലിക്കിനും ഹൈറ്റ് കൂടുന്നുമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹിമാലയനെ യങ് ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും അത് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കണം, വളരെ യങ് ആയിട്ടുള്ളൊരു മൗണ്ടെയ്ൻ ആണിത്. ഓക്കെ, അതായത് ഹയസ്റ്റ് ആണ് ആൻഡ് യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയ്ൻസ് ആണ് എന്ത്, നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് 2-3 ടെർമിനോളജികളാണ്. അതായത് സിംഗ്ലൈനും ആൻറ്റിക്ലൈനും. അതായത് ഒരു ഫോൾഡ് മൗണ്ടെയ്ൻസ് ഇങ്ങനെ നമ്മൾ ഇടിച്ചിട്ടുണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഇതിങ്ങനെ ഫോൾഡായിട്ട് എടുക്കുകയാണല്ലോ സംഭവിക്കുന്നത്. ഇടിച്ച് ആ ഒരു പ്രഷർ കൊണ്ട് ഇതിങ്ങനെ ഫോൾഡായി പോവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു ഉയരവും അതുപോലെ തന്നെ ഒരു താഴ്ചയും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത്, ആൻറ്റിക്ലൈൻ. അതുപോലെ തന്നെ സിംഗ്ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ചയാണ് ഈ ഒരു പോർഷൻ. അതായത് ഇതാണ് നമ്മുടെ ഹിമാലയ. ആൻറ്റിക്ലൈൻ എന്ന് പറയുന്നത് ഉയർച്ചയാണ്, അത് നമ്മുടെ ഹിമാലയയാണ്. അതിൻ്റെ ഇടയിലൊരു താഴ്ചയുണ്ട്. അപ്പോൾ ഈ താഴ്ച എവിടെയായിരിക്കും? ഈ താഴ്ച എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ പോർഷൻ ആയിരിക്കും. ആ താഴ്ചയാണ് നമ്മുടെ ഈ റിവർ ബേസിൻസ്. നമ്മുടെ നോർത്തേൺ പ്ലെയിനിൽ നോക്കിയാൽ കാണാം, അവിടെ കുറേ ഒരു താഴ്ന്ന ഹിമാലയാസ്. ഇവിടെ ഇപ്പോൾ ഹിമാലയ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ, ട്രാൻസ്, ഗ്രേറ്റർ, പിന്നെ
മിഡിൽ ഹിമാലയ ശിവാലിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗ പോകുന്ന ആ ഒരു പ്ലെയിനാണ്. ഈ പ്ലെയിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പൊക്കം അതുകൊണ്ട് നല്ലൊരു താഴ്ച, ആ ഒരു താഴ്ചയായിരുന്നു. പക്ഷേ ഈ ഹിമാലയത്തു നിന്നുള്ള റിവേഴ്സ് ഇങ്ങനെ വന്ന് റിവറൈൻ ഡെപ്പോസിറ്റ് ചെയ്താണ് എന്തുണ്ടായത്, ഈ ഒരു താഴ്ചയിൽ ഡെപ്പോസിറ്റ് ചെയ്തൊരു പ്ലെയിനായി മാറിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിമാലയാസ് ഉണ്ട്, മൊത്തം ഹിമാലയകൾ, ഈ ഒരു ഭാഗം മൊത്തം ഹിമാലയകളാണ്. അതിൻ്റെ താഴെയുള്ള സിംഗ്ലൈൻ, അതായത് ആ സിംഗ്ലൈൻ റിവർ പ്ലെയിൻ ആയിരുന്നു അത്. പിന്നീട് ഇവിടെ നിന്നുള്ള ആ ഒരു കുത്തനെയുള്ള നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള റിവേഴ്സ് ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് നമ്മുടെ ഈ ഗംഗയുടെ ബേസിനായിട്ടുള്ള ഈ പ്ലെയിനുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ എന്ത് ചെയ്യാം, മനസ്സിൽ വെക്കുക. അതായത് സിംഗ്ലൈൻ ഉണ്ട്, ആൻറ്റിക്ലൈൻ ഉണ്ട്. സിംഗ്ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോവസ്റ്റ് പോർഷനും ആൻറ്റിക്ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പോർഷൻസും, ആ ഒരു ഇങ്ങനെ ഹൈറ്റിലിരിക്കുന്ന ഇതാണ് ആൻറ്റിക്ലൈൻ, ഇതാണ് അതിൻ്റെ സിംഗ്ലൈൻ. ഇതാണ് നമ്മുടെ ഹിമാലയാസിൻ്റെ പോർഷൻസ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഗംഗ പോലുള്ള റിവറുകൾ ഒഴുകുന്ന ആ ഒരു പോർഷനാണ്. ഇത് പണ്ട് ഡീപ്പായിട്ടുള്ളൊരു ആഴമുള്ള സ്ഥലമായിരുന്നു, പിന്നെ അത് റിവർ ഡെപ്പോസിറ്റുകൾ വന്നിട്ട് അങ്ങനെ മൂടിയതുകൊണ്ടാണ് ഇപ്പോൾ അതൊരു പ്ലെയിൻ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റും കൂടെ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി അടുത്ത പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെത്തിസീനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് പാഞ്ചിയ, പാന്തലാസ പാഞ്ചിയ ഉണ്ടായിരുന്നു. പാഞ്ചിയ ഡിവൈഡ് ചെയ്തപ്പോൾ അങ്കാര ലാൻഡും ഗോണ്ട്വാന ലാൻഡും ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, അങ്കാര ഗോണ്ട്വാന. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുക്കൊരു സീ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ സീക്ക് പിന്നീട് എന്ത് സംഭവിച്ചതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പം യൂറേഷ്യൻ പ്ലേറ്റും ഇത് നമ്മുടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വെച്ചോ, ഇത് വരുന്ന സമയത്ത് ഇവിടെ ഒരു തെത്തിസി ഉണ്ടായിരുന്നു. ഇത് വന്ന് ഇവിടെ ഇടിച്ച സമയത്ത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ തെത്തിസിയും കൂടെ ഇതിൻ്റെ ഇടുക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പം ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്ത സമയത്ത്, ഇവിടെ ഹിമാലയൻ മൗണ്ടൻസ് ഇങ്ങനെ ഫോം ചെയ്ത സമയത്ത് ഇതിൻ്റെ ടോപ്പ് പോർഷനിലാണ് ആ ഒരു സീയിലുള്ള റിമൈൻസും. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീ റിമൈൻസിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ ഹിമാലയൻ പോർഷൻസ്, അതായത് ഹിമാലയയുടെ ടോപ്പ് പോർഷൻസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൂഫുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ തെത്തിസിയിലുണ്ടായിരുന്ന മെറൈൻ ആനിമൽസിൻ്റെ ഡെപ്പോസിറ്റ്, ആ മെറൈൻ കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാവുമല്ലോ, ആ കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ ഈ ഹിമാലയാസിൽ ഇപ്പോഴും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലായത്, ഈ ലൈം സ്റ്റോണിൻ്റെയും മെറൈൻ്റെ ഡെപ്പോസിറ്റുകൊണ്ട് മനസ്സിലായത് അന്നുണ്ടായിരുന്ന ആ തെത്തിസി ഇപ്പോൾ എവിടെയാണുള്ളത്, ആ യൂറേഷ്യൻ പ്ലേറ്റ് വന്നിട്ട് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വന്നിട്ട് യൂറേഷ്യൻ പ്ലേറ്റിനോട് ഇടിച്ച സമയത്ത് ഈ നടുക്കുണ്ടായിരുന്ന തെത്തിസിയും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടായത്, ഹിമാലയ. ആ ഒരു തെത്തിസി അതിനിടയ്ക്ക് പെട്ടിട്ട് ഇപ്പോൾ ഹിമാലയൻ മൗണ്ടൻസിൻ്റെ മുകളിൽ അതിൻ്റെ മെറൈൻ ആനിമൽസിൻ്റെയും ലൈം സ്റ്റോണിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് നമുക്ക് ഫോസിൽസിൻ്റെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പോയിൻറ്റും കൂടെ ഇവിടെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വോൾക്കാനോസ് ഹിമാലയാസിൽ ഇല്ലാത്തത്. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്തത് അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് വോൾക്കാനോസ് അവിടെ ഉണ്ടാവാത്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കാം. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ഏരിയാസ് നോക്കണം. നമ്മൾ നേരത്തെ സബ്ഡക്ഷൻ സോൺ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സബ്ഡക്ഷൻ സോൺ പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സബ്ഡക്ഷൻ സോണിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, വോൾക്കാനോസ് ഉണ്ടാവാൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സബ്ഡക്ഷൻ സോൺ എന്ന് പറയുമ്പോൾ 2 കോണ്ടിനെൻ്റൽ പ്ലേറ്റുകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ഓഷ്യാനിക് പ്ലേറ്റ്, ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആയിരുന്നു. ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ 2 കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളാണ് മാത്രമല്ല 2 നല്ല ഡെൻസ് ആയിട്ടുള്ള പ്ലേറ്റുകൾ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ടായ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ഹിമാലയാസ് നോക്കുക നിങ്ങൾക്ക് അറിയാം, എവറസ്റ്റൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ. അതായത് ഏറ്റവും ഹൈറ്റ് കൂടിയുള്ളൊരു മൗണ്ടെയിനുള്ള സ്ഥലമാണിത്. അതായത് അത്രയ്ക്ക് പീക്കുള്ള മൗണ്ടെയ്ൻസാണ് നമ്മളെ ഈ ഒരു ഹിമാലയൻ റേഞ്ചസിലുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ലാവ പുറത്തേക്ക് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. തിക്ക് മൗണ്ടെയ്ൻസ് ആണ്, വീക്ക് ഏരിയാസ് വളരെ കുറവാണ്. എന്നാലും ചെറിയ ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ എർത്ത് ക്യൂക്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും, നല്ല ചെറുതല്ല, ഇടയ്ക്കിടയ്ക്ക് എർത്ത് ക്യൂക്കുകൾ ഉണ്ടാവും ഡൽഹി ആ ഒരു ഏരിയയിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എർത്ത് ക്യൂക്കുകൾ അങ്ങനത്തെ അല്ലാതെ വോൾക്കാനോസിന് പുറത്തേക്ക് വരാനുള്ള വീക്ക് പോയിൻറ്റ്സ് ഇതിനിവിടെ കുറവാണ്. സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ വേഴ്സസ് കോണ്ടിനെൻ്റ് ആയതുകൊണ്ടും പിന്നെ ഉണ്ടായ മൗണ്ടെയ്ൻസ് വളരെ പീക്കായിട്ടുള്ള വളരെ തിക്കായിട്ടുള്ള മൗണ്ടെയ്ൻസ് ആയതുകൊണ്ടും ഇതിൽ കൂടെ ലാവയ്ക്ക് പുറത്തേക്ക് വരാനുള്ള ഏരിയാസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് വോൾക്കാനോസ് ഹിമാലയയിൽ ഇല്ലാത്തത്. ഈവൻ ഇതൊരു ബൗണ്ടറി ഏരിയ ആണെങ്കിൽ ആയിട്ട് കൂടി. ഓക്കെ, അതായത് ഒരു ബൗണ്ടറി അല്ലേ, യൂറേഷ്യൻ പ്ലേറ്റിൻ്റെയും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൻ്റെയും ബൗണ്ടറിയാണ്. പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ ഒരു ഉണ്ടാവേണ്ടതാണ്, വോൾക്കാനോ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ ഒരു വോൾക്കാനോ അതിൻ്റെ ഉള്ളിലുള്ളത്, അതായത് ഈ ഒരു സബ്ഡക്റ്റ് ചെയ്ത് പോയ ആ ഒരു കോണ്ടിനെൻ്റ് പോർഷൻ ലാവി ആയത് മാറി ഇത് പുറത്തേക്ക് വരാനുള്ളൊരു ഒരു പോയിന്റ്, ഒരു വീക്കായിട്ടുള്ള ഏരിയ അതിന് കിട്ടുന്നില്ല. കാരണം അത്രയും തിക്കായിട്ടുള്ള മൗണ്ടെയ്ൻസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ്
ഒന്നാമത് വോൾക്കാനോസ് അതിൽ കൂടെ വരാത്തത്. പക്ഷേ എന്നാലും എർത്ത്ക്വേക്സ് കോമൺ ആണ്, കാരണം ഈ പ്ലേറ്റ് അവിടെ വന്നിട്ട് സ്റ്റിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് റിവേഴ്സ്, അതായത് മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ റിവേഴ്സ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഈസ്റ്റേൺ സൈഡിലേക്കല്ലേ. എന്തുകൊണ്ടാണ് റിവേഴ്സൊക്കെ ഈസ്റ്റേൺ സൈഡിലേക്ക് ഒഴുകുന്നുള്ളത്? അത് ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിമാലയ ഇവിടെ വന്ന് ഇടിച്ച സമയത്ത്, ഹിമാലയ അല്ല, ഈ ഇൻഡോ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് ഇവിടെ വന്ന് ഇടിച്ച സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ടിൽറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഈ ഒരു പോർഷനിലും ഇടിച്ച സമയത്ത് ഈ ഒരു നോർത്ത് വെസ്റ്റ് പോർഷൻ ഒരു സൗത്ത് ഈസ്റ്റ് പോർഷനിലേക്ക് ചെറിയൊരു ചെരിവ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ചെരിവുള്ളത് കൊണ്ടാണ് എല്ലാ റിവേഴ്സും ഇങ്ങോട്ട് പോകുന്നത്. എല്ലാ റിവേഴ്സും അല്ല, മോസ്റ്റ് ഓഫ് ദി റിവേഴ്സും എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് ഒഴുകുന്നതായിട്ട് കാണപ്പെടുന്നത്. നിങ്ങൾക്കത് നോക്കിയാലും മനസ്സിലാവും. നർമ്മദ താപ്പികൾ ഒഴിച്ചിട്ടുള്ള റിവേഴ്സൊക്കെ ഒഴിച്ചിട്ടുള്ള ബാക്കി ഓൾമോസ്റ്റ് റിവേഴ്സ് ഇങ്ങോട്ടാണ്. മെയിൻ മഹാനദി, അങ്ങനെയുള്ള കൃഷ്ണ, കാവേരി ഒക്കെ ഇങ്ങോട്ടാണ് ഒഴുകുന്നത് അല്ലേ. അതിപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വരച്ചു വയ്ക്കാം. ഇത്രയും മോശമാക്കണ്ട, എന്തെങ്കിലും കുറച്ചും കൂടി നന്നായിട്ട് വരച്ചു വയ്ക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ബോട്ടം പോർഷനെങ്കിലും വരച്ചു വയ്ക്കുക. അതായത് ഇങ്ങനെ ആ ഒരു ഇന്ത്യ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു ശ്രീലങ്കയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്ന് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ വരച്ചു വെച്ചിട്ട് റിവേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പഠിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. മെയിനായിട്ടുള്ള റിവേഴ്സ് നമ്മുടെ മഹാനദിയും കൃഷ്ണയും കാവേരിയൊക്കെ ഇങ്ങനെ വരച്ചു വയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്കുള്ള പോർഷൻ വരച്ചു വയ്ക്കുക. ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ റിവേഴ്സ് പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് വേറെ റീസണാണ്. അതും കുറച്ചും കൂടെ നമുക്ക് പറയും. ഒരു കാരണം മാത്രമാണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ മാത്രമല്ല, ഇവിടെ വെസ്റ്റേൺ ഗേട്ട് ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ കുറേ റിവേഴ്സ് ഇങ്ങോട്ട് പോകുന്നത്. അതൊരു പോയിന്റ് ഉണ്ട്. പിന്നെ ഈ നർമ്മദ താപ്പിയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള വേറൊരു റീസൺ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ലേറ്റർ ക്ലാസ്സസിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അതായത് ഈ ഫോർമേഷൻ്റെ സമയത്ത്, ഹിമാലയൻ ഫോർമേഷൻ്റെ സമയത്ത് ഈ നോർത്ത് വെസ്റ്റിൽ നിന്ന് ചെറിയൊരു ടിൽറ്റ് സൗത്ത് ഈസ്റ്റിലേക്ക് ഉള്ളത് കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഇങ്ങോട്ട്, അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് ഫ്ലോ ചെയ്യാൻ കാരണം. ഓക്കെ, അതൊരു പോയിൻ്റാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഫോർമേഷൻ്റെ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ലെവലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇനി ബാക്കിയുള്ള പോർഷൻ, അതായത് ഹിമാലയയുടെ ഡിവിഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.